കേരള ക്രിക്കറ്റ് ലീഗ് കാണാനെത്തുന്ന കാണികൾക്ക് വമ്പൻ സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് അണിയറ ടീം. KCL ഫാൻ വില്ലേജ് എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്നത് ഒരു ഹൈ വോൾട്ടേജ് കാർണിവലാണ്. 360 സിനിമാറ്റിക് ബൂത്ത്, ഗെയിമിംഗ് സോൺ എന്നിങ്ങനെയുള്ള എല്ലാ സേവനങ്ങളും സൗജന്യമായാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആ മനോഹരമായ കാഴ്ചകളിലേക്ക്. ഹലോ ഗെയിമേഴ്സ് ആൻഡ് ക്രിക്കറ്റ് പ്രേമികളെ, ആവേശം എത്രയെന്ന് ചോദിച്ചാൽ അത് വാനോളം എന്ന് പറയേണ്ടി വരും. എന്തായാലും KCL സീസൺ 3 അതിന്റെ ഗംഭീരമായ പോരാട്ടം, ഗ്രൗണ്ടിൽ തീമാറും പോരാട്ടം നടത്തുമ്പോൾ ഇവിടെ നിങ്ങൾക്കായി, പ്രേക്ഷകർക്കായി, കാണികൾക്കായി ഒരു വമ്പൻ സർപ്രൈസ് കൂടിയുണ്ട്. ദ അൾട്ടിമേറ്റ് പവർ കാർണിവൽ ഹൗസ്, ദ ഫാൻ വില്ലേജ്. KCLന്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് എലമെന്റ് അത് ഈ പവർ ഹൗസ് തന്നെയാണ്, ഈ ഫാൻ വില്ലേജ് ആണ്. ഇവിടെ ഒരുപാട് സർപ്രൈസുകൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ആരും റെഡി ഗൈസ്? നമുക്ക് നോക്കാം എന്തൊക്കെ സർപ്രൈസുകൾ, എന്തൊക്കെ കാഴ്ചകൾ, എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇവിടെ എല്ലാം ഫ്രീ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രീ ഫേസ് പെയിന്റിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ കലാകാരൻ, പെയിന്റടി കലാകാരൻ. അപ്പോൾ ബ്രോ എന്താണ്, ഞാൻ കൊല്ലംകാരിയാണ്, ഞാൻ കൊല്ലത്തിന്റെ ഫാനാണ്, കൊല്ലം സെയിലേഴ്സിന്റെ. അപ്പോൾ എനിക്ക് പെയിന്റ് അടിച്ചു തന്നാട്ടെ. റെഡ് കളർ പതിപ്പിച്ച് കഴിഞ്ഞു. ഞങ്ങള് കൊല്ലം സെയിലേഴ്സ് ഇത്തവണ KCL ചാമ്പ്യൻസ് ആവും, ഒരു സംശയം വേണ്ട. ബ്ലൂ കളർ, ഫേവറേറ്റ് കളർ. താങ്ക് യു സോ മച്ച്. തീർന്നിട്ടില്ല, ഇനിയുമുണ്ട് കാഴ്ചകൾ. അടുത്തത് പോകുന്നത് മേക്ക് യുവർ ബാനർ. ഇവിടെ വരുന്ന ആരാധകർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീമിന്റെ പേരോ ചിത്രമോ എന്ത് വേണമെങ്കിലും ഇവിടെയുള്ള ചാർട്ടിൽ വരയ്ക്കാം. അത് നമുക്ക് സ്റ്റേജിൽ കൊണ്ടുപോകാം. ഒപ്പം അത് ഉയർത്തി നിങ്ങളുടെ ആവേശം ഇരട്ടിയാക്കാം. ഇനി നിങ്ങൾക്കുള്ള അടുത്ത സർപ്രൈസ് 360 ഡിഗ്രി ക്യാം ആണ്. ഇതിന് മുകളിൽ കയറി നിന്നാൽ നിങ്ങളുടെ 360 ഡിഗ്രി വ്യൂ ഈ ക്യാമറ പകർത്തിയെടുക്കും. ഇവിടെ നിന്ന് റീൽസ് ചിത്രീകരിക്കാം, വീഡിയോ ചിത്രീകരിക്കാം. അങ്ങനെ മനോഹരമായ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോ KCL സീസൺ 3യുടെ ബാക്ക് ബോൺ ആയ ഒരാളെയാണ് ഞാൻ ഇനി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ദിസ് ഈസ് വൺ ആൻഡ് ഓൺലി രാജേഷ് തമ്പി, ടൂർണമെന്റ് ഡയറക്ടർ. എങ്ങനെ സാധിക്കുന്നു ഇത്ര മനോഹരമായ ഫാൻ വില്ലേജ്, മനോഹരമായ ടൂർണമെന്റ്? ഇതൊരു ടീം വർക്കാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒരു 8 to 10 months ബിഫോർ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കാണുന്ന ഒരു വലിയ ടീം വിത്ത് CFO, CEO, സെക്രട്ടറി എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞ വർഷത്തെ ആൻഡ് ഫസ്റ്റ് ഇയറിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് ഓരോ വർഷം നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് വരുവാണ്. അപ്പോൾ ഇതൊരു ടീം വർക്കിൻ്റെ പാട്ട്. അതിൻ്റെ എൻഡ് റിസൾട്ട് ഇത് കാണുന്നത് കുറച്ചുകൂടെ ഇനി ചെയ്യാനുണ്ട്. അടുത്ത മൺഡേ, ട്യൂസ്ഡേ വി വിൽ ഹാവ് സം മോർ ആക്ടിവിറ്റീസ് ചെയ്യാറ്. സോ ടീം വർക്കാണ് മെയിനായിട്ട്. ആൻഡ് ഫ്രാഞ്ചൈസീസ് ഈ പ്രാവശ്യം ലോട്ട് ഓഫ് ഇൻട്രസ്റ്റ് എടുത്തിട്ട് അവരെ ടീം സെറ്റ് ചെയ്യാനും നമ്മുടെ കൂടെ ഒക്കെ കോർഡിനേറ്റ് ചെയ്യാൻ, അതുകൊണ്ടാണ് ഇത്രയും ഒരു സ്റ്റേജിൽ എത്തിയത്. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. അതിൽ 100% എന്റർടൈൻമെന്റ് ആണ്. ആരുടെ ഐഡിയ ആണ് ഈ ഫാൻ വില്ലേജ്? ഇതും ഫ്രീ, സൗജന്യമാണ്. അതെ, ഫ്രീ ആയിട്ട്. ഇത് ഫ്രീ, എസ്പെഷ്യലി ഓണം ടൈം ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് എല്ലായിടത്തും ഫാൻ പാർക്സ് ഉണ്ട്. പാർക്ക് ഈസ് എ സ്മോളർ പാർക്ക്. ഇത് ഒരു വില്ലേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ നമുക്ക് അപ്പാടെ 20 minutes കിട്ടുന്നത് ബിറ്റ്വീൻ 2 innings. ആ സമയത്ത് എത്ര മാക്സിമം കിഡ്സിന് ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഒരു ഐഡിയ വെച്ച് നമ്മൾ വില്ലേജ് എന്ന് പറഞ്ഞത് തുടങ്ങി. ബിക്കോസ് വി ഹാവ് ഫുഡ് സ്റ്റോൾസ്, വി ഹാവ് ദിസ് പെയിൻറ്റിങ് എല്ലാം കൂടെ ഉണ്ട്. CFO ആയിരുന്നു ആദ്യം ഈ ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. ആൻഡ് പ്രസിഡന്റ് സപ്പോർട്ടഡ് ദാറ്റ് ആൻഡ് ദാറ്റ്സ് വൈ വി ഡിഡ്. ലോട്ടറി എടുക്കുന്നവരാണോ നിങ്ങൾ? ഭാഗ്യം പരീക്ഷിക്കാൻ കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. എനിക്ക് നല്ല ഭാഗ്യമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യുവാണ് കേട്ടോ. ലക്കി സ്പിന്നിൽ എന്തെങ്കിലും കിട്ടുമെന്ന്. കാത്തിരിക്കുകയാണ്. സമ്മാനം കിട്ടുമോ? ഓ, നെവർ മൈൻഡ്, ട്രൈ അഗെയിൻ ആണ്. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിമിലേക്കാണ് പോകുന്നത്, ബൗളിംഗ്. അപ്പോൾ ഇത് വീഴുമോ എന്ന് നോക്കാം. നല്ല ഭാഗ്യമുള്ളത് കൊണ്ട് എല്ലാം വീണു. ഇത് തന്നെയാണ് ഇവിടെ വന്ന ഫുൾ ഓഫ് എന്റർടൈൻമെന്റ്. എനിക്ക് ഉറപ്പാണ് യു വിൽ ലവ് ദിസ് ഏരിയ, ദിസ് ഫാൻ വില്ലേജ്. ഓക്കെ, മടുത്തിട്ടില്ല. ഇനി ഈ ഗെയിമൊക്കെ കളിച്ച് തളരുവാണെങ്കിൽ ഇതേ നേരെ ഫുഡ് സ്റ്റോളിലേക്ക് വന്നാൽ മതി. നല്ല പോപ്കോൺ ഉണ്ട്, ഒപ്പം നല്ല ബർഗറുകളുണ്ട്, അപ്പോൾ നല്ല കോഫി ഉണ്ട്. അങ്ങനെ ഒരുപാട് ഭക്ഷണ വിഭവവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്.
ഇനിയും തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട് സർപ്രൈസ്. ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹമുള്ളവരാണോ? ചിലപ്പോൾ മത്സരിച്ച് ജയിക്കാനൊന്നും സാധിച്ചിട്ടില്ല, വലിയ സ്റ്റേജുകളിലോ അല്ലെങ്കിൽ വലിയ മൈതാനത്തൊന്നും ഇറങ്ങാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ഇവിടെ വന്നാൽ നിങ്ങൾക്കും കളിക്കാൻ ക്രിക്കറ്റ്. ഇവിടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. 6 അടിച്ചോ? ചുമ്മാതെ. ഓക്കെ, അപ്പോൾ മോനെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഫാൻ വില്ലേജ് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ക്രിക്കറ്റ് കളിച്ചാലോ? ഞാനൊന്ന് ബാറ്റ് ചെയ്തോട്ടെ? ആരാ എനിക്ക് വേണ്ടി ബോളർ ചെയ്യുന്നേ? അയ്യോ, എനിക്ക് വേണ്ടി ബോളർ ചെയ്യുടെ മത്സരമാണ് കേട്ടോ. ആരാ അറിയുന്നേ? പേരെന്താ? അലൻ. നന്നായിട്ടൊക്കെ അറിയണം കേട്ടോ, ഞാൻ ഗംഭീര ബാറ്ററാണ്. ഓക്കെ, അപ്പൊ പ്രേക്ഷകരെ ബാറ്റ് പിടിക്കാൻ പോവാണ്. അങ്ങനെ ഗൈസ്, 3-ാം തവണയും പൂർവാധികം ശക്തിയോടെ ഞാൻ തോറ്റിരിക്കുന്നത്. 3 തവണ എന്നെ തോപ്പിച്ചതായി ഈ കുട്ടിക്കുറുമ്പനാണ്. എടാ, നീയാണ് ക്യാച്ച് പിടിച്ചത് കേട്ടോ. നാളെ ഉണ്ടാവോ ഇവിടെ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാം. ടിപ്സ് ഒക്കെ പറഞ്ഞു തരണം കേട്ടോ. അപ്പോ ഇനി നിങ്ങൾക്ക് ക്ഷമയില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ നേരെ വന്നോളൂ. നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കണോ, മറ്റെന്തൊക്കെ ഗെയിമുകൾ കളിക്കണോ, അതെല്ലാം ഇവിടെ ഉണ്ട്. കാണിച്ചോ. യെസ്, അപ്പോൾ നമുക്കിനി മറ്റൊരു ഗെയിം കൂടി ഉണ്ട്. അതിലൂടെ ഒന്ന് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം. ക്യാച്ച് സ്റ്റിക്ക് എന്നാണ്. കുറച്ച് ടഫ് ഗെയിമാണ്, എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ക്യാച്ച് ദ സ്റ്റിക്ക് ഗെയിം. അതായത് ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഇതെല്ലാം എവിടെന്നെങ്കിലുമൊക്കെ താഴേക്ക് പതിക്കും. അതിന് മുൻപ് നമ്മൾ ക്യാച്ച് ചെയ്യണം. അപ്പോൾ ട്രൈ ചെയ്യാം. അപ്പോൾ ഗെയിംസ് ഒക്കെ ഫുൾ എൻജോയ് ചെയ്തത് എന്റെ ബാറ്ററി ലെവൽ ഇപ്പോൾ 100% ആണ്. അപ്പോൾ ഗൈസ്, ഡോണ്ട് മിസ് ദിസ് ചാൻസ്, യു മസ്റ്റ് ലവ് ദിസ്. അപ്പോൾ ട്രസ്റ്റ് മൈ വേർഡ്സ്. അപ്പോൾ ഇവിടെ ഫുൾ ആവേശമാണ്, ഞാനും ഫുൾ ഓൺ വൈബിലാണ്. ഈ വൈബ് അതേപടി എൻജോയ് ചെയ്യാൻ നേരെ നമ്മുടെ കാര്യവട്ടത്തുള്ള ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് വരൂ. ഫാൻ വില്ലേജ് പൂർണ്ണമായും സൗജന്യമാണ്, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. അങ്ങനെ ഇന്നത്തേക്ക് എത്താനുള്ള സമയമായി. ക്യാമറാമാൻ അനന്തു ബി നായരിനൊപ്പം അശ്വതി കെ വാദിക്കൽ സൈനിങ് ഓഫ്. ബൈ.